നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസമാണ് ടെന്നീസ് താരം രാധിക യാദവ് സ്വന്തം പിതാവിന്റെ കൈകളാൽ തന്നെ കൊല്ലപ്പെട്ട വാർത്ത പുറത്തു വന്നത്. എന്തിനാണ് ഒരു പിതാവ് തന്റെ മകളെ ഇത്തരത്തിൽ ക്രൂരമായി കൊലപ്പെടുത്തിയത് എന്നുള്ള ചോദ്യങ്ങളായിരുന്നു ഉയരുന്നുണ്ടായിരുന്നത്. ഏതായാലും ഇപ്പോൾ അന്വേഷണമടക്കം പുരോഗമിക്കുന്നതിനിടയിൽ ഇപ്പോൾ രാധിക യാദവിന്റെ കൊലപാതകത്തിൽ കൂടുതൽ വെളിപ്പെടുത്തലുമായിട്ട് സഹതാരം രംഗത്ത് വരികയാണ്. കൊലപാതകത്തിന് 3 ദിവസത്തിന് ശേഷമാണ് രാധികയുടെ കുടുംബത്തിനെതിരെ ഗുരുതരമായ ആരോപണങ്ങളുമായി സഹതാരമായ ഹിമാൻഷിക സിംഗ് രജ്പുത്ത് രംഗത്തെത്തിയിരിക്കുന്നത്. ടെന്നീസ് താരത്തെ കൊലപ്പെടുത്തിയത് പ്രണയബന്ധത്തെ ചൊല്ലിയുള്ള തർക്കത്തെ തുടർന്നാണെന്ന അഭ്യൂഹങ്ങൾക്കിടെയാണ് ഈ വെളിപ്പെടുത്തൽ. രാധികയുടെ വീട്ടിലെ അന്തരീക്ഷത്തെക്കുറിച്ചും നിയന്ത്രണങ്ങളെക്കുറിച്ചുമാണ് ഹിമാൻഷിക സിംഗ് രജ്പുത്ത് പറഞ്ഞത്. തന്റെ ഇൻസ്റ്റഗ്രാം വീഡിയോയിലൂടെയായിരുന്നു പ്രതികരണം. വ്യാഴാഴ്ചയാണ് രാധികയെ ഹരിയാനയിലെ ഗുരുഗ്രാം സെക്ടർ 57 വീട്ടിൽ വെച്ച് പിതാവ് ദീപക് കൊലപ്പെടുത്തിയത്. തുടർന്ന് ദീപകിനെ അന്ന് തന്നെ പോലീസ് അറസ്റ്റ് ചെയ്യുകയായിരുന്നു. തന്റെ കൈവശമുണ്ടായിരുന്ന ലൈസൻസുള്ള തോക്ക് ഉപയോഗിച്ചാണ് ദീപക് മകൾക്ക് നേരെ വെടിയുതിർത്തത്. വീട്ടിലെ മുകൾ നിലയിലെ അടുക്കളയിൽ ഭക്ഷണം പാകം ചെയ്യുകയായിരുന്ന രാധികയ്ക്ക് നേരെ പിറകിൽ നിന്നാണ് പിതാവ് വെടിവെച്ചത്. 5 തവണ വെടിയുതിർത്തപ്പോൾ ഇതിൽ 3 എണ്ണം യുവതിയുടെ ശരീരത്തിലൂടെ തുളച്ചു കയറി. ദീപകിന്റെ സഹോദരൻ വിജയ് യാദവും ഇദ്ദേഹത്തിന്റെ മകൻ പീയൂഷും ചേർന്നാണ് വെടിയേറ്റ രാധികയെ ആശുപത്രിയിൽ എത്തിച്ചത്. എന്നാൽ മരണം സംഭവിച്ചിരുന്നു. അതേസമയം വീട്ടിൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ലെന്നാണ് വിജയ് യാദവ് പോലീസിന് നൽകിയ മൊഴി. രാധികയുടെ പിതാവ് ദീപക് യാദവാണ് അവളുടെ ജീവിതം നിയന്ത്രിച്ചിരുന്നതെന്നാണ് പക്ഷേ സുഹൃത്തായിട്ടുള്ള ഹിമാൻഷിക പറയുന്നത്. ഹിമാൻഷികയുടെ വാക്കുകൾ ഇപ്രകാരമാണ്: എൻ്റെ ഉറ്റ സുഹൃത്താണ് രാധിക. അവളെ അവളുടെ പിതാവ് കൊലപ്പെടുത്തി. വർഷങ്ങളായി അവളുടെ ജീവിതം അയാൾ ദുരിതപൂർണമാക്കുകയായിരുന്നു. വീട്ടിലെ അന്തരീക്ഷം വളരെ കർശനമായിരുന്നു. ഇറക്കം കുറഞ്ഞ വസ്ത്രം ധരിക്കുന്നതിന് അവളുടെ മാതാപിതാക്കൾ അവളെ ശാസിക്കുകയും അപമാനിക്കുകയും ചെയ്തിരുന്നു. വളരെ കഷ്ടപ്പെട്ടാണ് അവൾ ഈ നിലയിലെത്തിയത്. അവൾ ആൺകുട്ടികളോട് സംസാരിക്കുന്നത് പോലും കുടുംബം എതിർത്തിരുന്നു. 2012-13 മുതൽ ഒരുമിച്ച് മത്സരിക്കാൻ തുടങ്ങിയവരാണ് തങ്ങൾ. ഒരുമിച്ച് യാത്ര ചെയ്തിട്ടുമുണ്ട്. മത്സരങ്ങളിൽ ഒരുമിച്ചെത്തി. എന്നാൽ അവൾ കുടുംബത്തിന് പുറത്തുള്ള ആരോടും അധികം സംസാരിച്ചിരുന്നില്ല. വീട്ടിലെ നിയന്ത്രണങ്ങൾ കാരണം വളരെ ഒതുങ്ങി നിൽക്കുന്നവളായിരുന്നു രാധിക. അവൾക്ക് വീഡിയോ എടുക്കാനും ഫോട്ടോ എടുക്കാനും ഇഷ്ടമായിരുന്നു. പക്ഷെ പിതാവിന്റെ ഭീഷണി കാരണം അതെല്ലാം അവൾ നിർത്തി. സംഭവത്തിൽ ദീപക് യാദവിന് പശ്ചാത്താപമുണ്ടായിരുന്നെന്നാണ് സഹോദരൻ വിജയ് യാദവ് പറഞ്ഞത്. സംഭവിച്ചത് എന്തായാലും അത് തെറ്റായിരുന്നു. പക്ഷെ ദീപകിനൊപ്പം ഞാനും സ്റ്റേഷനിലുണ്ടായിരുന്നു. തന്നെ തൂക്കിലേറ്റാനുള്ള രീതിയിൽ മൊഴി രേഖപ്പെടുത്തണമെന്നും FIR ഇടണമെന്നാണ് ദീപക് പോലീസിനോട് പറഞ്ഞതെന്നും സഹോദരൻ വിജയ് യാദവ് പുറത്തെത്തിയതിനു ശേഷം പറഞ്ഞു. ഇതര ജാതിയിലെ യുവാവിനെ രാധിക വിവാഹം കഴിക്കാൻ തീരുമാനിച്ചതാണ് കൊലയ്ക്ക് കാരണമായെന്ന ആരോപണങ്ങളും അദ്ദേഹം നിഷേധിച്ചു. ഇതര ജാതിയിലെ ആളെ വിവാഹം കഴിക്കുന്നത് എതിർക്കാൻ മാത്രം തങ്ങളുടെ കുടുംബം നിരക്ഷരരല്ല. ഇനി അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങളുടെ ഗ്രാമത്തിൽ തന്നെ അത് തീർപ്പാക്കുമായിരുന്നു എന്നും അദ്ദേഹം പറഞ്ഞു. രാധികയുടെ ടെന്നീസ് കരിയറിന് വേണ്ടി ദീപക് എല്ലാ പിന്തുണയും നൽകി, പണം ചിലവഴിച്ചു. പക്ഷെ അതെങ്ങനെ സംഭവിച്ചുവെന്ന് തങ്ങൾക്കറിയില്ല. ഒരുപക്ഷെ പെട്ടെന്നുണ്ടായ ദേഷ്യത്തിൽ നടന്നതാകാമെന്നും വിജയ് യാദവ് പറഞ്ഞു. വിധിയാണ്. ഒരാളുടെ എഴുതിവെച്ച വിധി ആർക്കും മാറ്റാനാകില്ല. ദീപകിന് ഒരിക്കലും അവളുടെ മുന്നിൽ നിന്ന് അവളുടെ കണ്ണിൽ നോക്കി വെടിയുതിർക്കാൻ കഴിയുമായിരുന്നില്ലെന്നും അദ്ദേഹം വിശദീകരിച്ചു. അതേസമയം ടെന്നീസ് മേഖലയിലെ രാധികയുടെ വളർച്ചയും വരുമാനവും എല്ലാമാണ് പിതാവിനെ ചൊടിപ്പിച്ചതെന്നാണ് പോലീസ് നൽകുന്ന വിശദീകരണം. രാധിക ടെന്നീസിൽ കൂടുതൽ ഉയരങ്ങൾ കീഴടക്കി. ഇതിനൊപ്പം ടെന്നീസ് പരിശീലകയായും തിളങ്ങിയതോടെ വരുമാനവും വർദ്ധിച്ചു. അതേസമയം മകളുടെ ചെലവിലാണ് ദീപക് ജീവിക്കുന്നതെന്ന് നാട്ടുകാർ പ്രതിയെ പരിഹസിച്ചിരുന്നു. ഇതാണ് കൊലപാതകത്തിന് കാരണമായതെന്നും പോലീസ് പറഞ്ഞു. കൊലപാതകം നടന്നതിന് 3 ദിവസം മുമ്പ് ദീപക് രാധികയെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയിരുന്നു. കുട്ടികളെ പരിശീലിപ്പിക്കുന്നത് നിർത്തണമെന്ന നിർദ്ദേശം നിരസിച്ചത് കൂടാതെ രാധികയുടെ സ്വഭാവത്തെക്കുറിച്ച് ചിലർ മോശം പറഞ്ഞതും തന്നെ പ്രകോപിപ്പിച്ചെന്ന് ദീപക് പോലീസിനോട് പറഞ്ഞു. 2 ആഴ്ച മുമ്പ് ദീപക് മനേസറിലെ കാസലിലുള്ള ബന്ധുക്കളെ സന്ദർശിച്ചിരുന്നു. അവിടെ നിന്ന് തിരിച്ചെത്തിയത് മുതലാണ് രാധികയുമായുള്ള പ്രശ്നം തുടങ്ങിയതെന്നാണ് റിപ്പോർട്ട്. ബന്ധുക്കൾ രാധികയുടെ സമൂഹ മാധ്യമ ഉപയോഗത്തെക്കുറിച്ചും സ്വഭാവത്തെക്കുറിച്ചും മോശമായി സംസാരിച്ചത് ദീപകിനെ അസ്വസ്ഥനാക്കിയിരുന്നു. ദീപകിന് എല്ലാവരെയും സംശയമായിരുന്നെന്നും തനിക്കും മകൾക്കും കടുത്ത നിയന്ത്രണങ്ങൾ ഉണ്ടായിരുന്നുവെന്നും രാധികയുടെ അമ്മ മഞ്ജു പറഞ്ഞു. എന്നാൽ രാധികയുടെ ടെന്നീസ് സ്വപ്നങ്ങളെ ദീപക് പൂർണ്ണമായും പിന്തുണച്ചിരുന്നതായും അവർ വെളിപ്പെടുത്തി. 2 വർഷം മുമ്പ് തോളിനേറ്റ പരിക്കിനെ തുടർന്ന് ടെന്നീസ് മത്സരങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുന്ന രാധിക ടെന്നീസ് മത്സരങ്ങളിലേക്ക് തിരിച്ചു വരാത്തതിൽ ദീപക് നിരാശനായിരുന്നു. രാധികയുടെ ടെന്നീസ് പരിശീലനത്തിനായി 2.5 കോടിയോളം രൂപ ചിലവാക്കിയിരുന്നു. തന്റെ പരിശീലനത്തിനായി ചിലവാക്കിയ പണം പാഴാകില്ലെന്നും ടെന്നീസിലുള്ള തന്റെ കഴിവും പരിചയവും പുതിയ കളിക്കാരെ വാർത്തെടുക്കാൻ ഉപയോഗിക്കുമെന്നും രാധിക പിതാവിനോട് പറഞ്ഞിരുന്നു.
ടെന്നീസ് മത്സരങ്ങളിൽ നിന്ന് വിട്ടുനിന്ന രാധിക സമൂഹ മാധ്യമങ്ങളിൽ സജീവമായിരുന്നു. നിരന്തരം ഇൻസ്റ്റഗ്രാം റീലുകൾ ചെയ്തിരുന്നു. രാധിക അഭിനയിച്ച സംഗീത വീഡിയോയും കഴിഞ്ഞ വർഷം പുറത്തു വന്നിരുന്നു. രാധിക സമൂഹ മാധ്യമങ്ങളിൽ സജീവമാകുന്നതിനെയും നാട്ടുകാരും ബന്ധുക്കളും വിമർശിച്ചിരുന്നു. രാധിക അടുത്തിടെ സമൂഹ മാധ്യമ അക്കൗണ്ടുകളെല്ലാം ഒഴിവാക്കിയിരുന്നു. കൊല്ലപ്പെട്ട ടെന്നീസ് താരം രാധിക യാദവിന് സ്വന്തമായി ടെന്നീസ് അക്കാദമി ഇല്ലായിരുന്നുവെന്നാണ് ഗുരുഗ്രാം പോലീസ് പറയുന്നത്. വിവിധ സ്ഥലങ്ങളിൽ കോർട്ടുകൾ വാടകയ്ക്കെടുത്താണ് രാധിക കുട്ടികളെ പരിശീലിപ്പിച്ചത്. ടെന്നീസ് അക്കാദമി പൂട്ടണമെന്ന ആവശ്യം നിഷേധിച്ചതിനാലാണ് പിതാവ് ദീപക് യാദവ് രാധികയെ വെടിവെച്ച് കൊന്നതെന്നായിരുന്നു കഴിഞ്ഞ ദിവസം പുറത്തു വന്നത്. ടെന്നീസ് മത്സരങ്ങളിലേക്ക് തിരിച്ചു വരാൻ ശ്രമിക്കാതെ കുട്ടികളെ പരിശീലിപ്പിക്കുന്നതിൽ താൻ നിരാശനായിരുന്നുവെന്നും തുടർന്നുണ്ടായ തർക്കമാണ് കൊലയിലേക്ക് നയിച്ചതെന്നും ദീപക് ഇന്നലെ സമ്മതിച്ചുവെന്നും പോലീസ് പറഞ്ഞു. സ്കൂൾ പഠനകാലം മുതലേ ടെന്നീസ് കോർട്ടിൽ സജീവമായിരുന്നു രാധിക യാദവ്. സംസ്ഥാന തലത്തിൽ ഒട്ടേറെ ടൂർണമെന്റുകളിൽ പങ്കെടുത്ത് വിജയിച്ചിട്ടുണ്ട്. ഇടക്കാലത്ത് തോളിന് പരിക്കേറ്റതിനെ തുടർന്നാണ് ചികിത്സയിലായിരുന്നു. ഇതിനിടയിലും അക്കാദമിയിൽ എത്താനും യുവതാരങ്ങൾക്ക് പരിശീലനം നൽകാനും രാധിക ശ്രദ്ധിച്ചിരുന്നു. ടൂർണമെന്റുകളിൽ വിജയിക്കുമ്പോൾ പിതാവിനൊപ്പം കിരീടവുമായി ആനന്ദ നൃത്തം ചവിട്ടുന്ന റീലുകൾ ഉൾപ്പെടെ രാധിക സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചിരുന്നതായി പോലീസ് പറയുന്നു. കൊലപാതക സമയത്ത് വീട്ടിലുണ്ടായിരുന്ന രാധികയുടെ അമ്മ ഇതുവരെ പോലീസിന് മൊഴി നൽകിയിട്ടില്ല. ഇതും കൊലപാതകത്തിലെ ദുരൂഹത വർദ്ധിപ്പിക്കുന്നു. അമ്മയുടെ പിറന്നാൾ ദിവസം അമ്മയ്ക്ക് വേണ്ടി ഭക്ഷണം ഉണ്ടാക്കുന്നതിനിടെയാണ് രാധിക യാദവിനെ അച്ഛൻ ദീപക് യാദവ് വെടിവെച്ച് കൊന്നത്. ഗുരുതര പരിക്കുകളോടെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ഇനി അമ്മയ്ക്ക് ഇതിനെക്കുറിച്ച് കാര്യങ്ങൾ അറിയാമായിരുന്നോ, അമ്മ ഇതെല്ലാം കണ്ടിട്ടുണ്ടോ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ വ്യക്തത വരാനുണ്ട്. പക്ഷേ 2 ദിവസമായിട്ടും അമ്മയുടെ മൊഴി ഇതുവരെ പോലീസ് എടുത്തിട്ടില്ല. അതിനുശേഷം മാത്രമായിരിക്കും കൂടുതൽ കാര്യങ്ങളിൽ നിഗമനത്തിലേക്ക് എത്താൻ സാധിക്കും.